ഹലോ ഹെൽക്കൻ സ്പാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണല്ലേ. ജൂൺ 1 നല്ല അടിപൊളി മഴയോട് കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്നലെ രാത്രി പിടിച്ച മഴയാണ് കേട്ടോ. നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ആ മഴയുടെ ആ ഒരു ഗാംഭീര്യം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് എന്നല്ലാണ്ട് മഴയ്ക്ക് കുറവൊന്നുമില്ല. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജൂൺ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളൊക്കെ തുറന്ന് പിള്ളേർ ഈ മഴയത്തൊക്കെ സ്കൂളിൽ പോകണ കാണുമ്പോൾ ശരിക്കും അത് മിസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതി, എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വലുതായി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് കുഞ്ഞായാൽ മതിയായിരുന്നു എന്നാണ്. എന്നെപ്പോലെ ആഗ്രഹിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയട്ടോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു 11 ആയപ്പോഴത്തേക്കും നല്ലൊരു വെയിൽ കിട്ടിയിട്ടോ. നല്ല വെയിലല്ല, ചെറുതായിട്ടൊരു വെയിൽ കിട്ടിയായിരുന്നു. പക്ഷേ ഇടി ഉണ്ടായിരുന്നു. മഴയില്ലെങ്കിൽ നല്ല ഇടിയായിരുന്നു. അപ്പോൾ മഴയില്ലാണ്ട് ഇടി വെട്ടുമ്പോൾ ശരിക്കും സൂക്ഷിക്കണം എന്നാണ് പറയുക. കാരണം പകൽ ഇടിവെട്ടി മിന്നലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പോൾ സൂക്ഷിക്കേണ്ടത് ആ സമയത്താണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഏതപ്പൻ അവൻ്റെ ആ ടെഡി ബെയറൊക്കെ എടുത്തിട്ട് ഇപ്പോൾ എവിടെ പോയാലും അവൻ്റെ ആ മങ്കിയും കൊണ്ടേ നടക്കുകയുള്ളൂ. അതും കൊണ്ട് അവൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ അങ്ങോട്ട് കളിക്കാൻ മാഷനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവസാനം എന്ത് ചെയ്യുക, അമ്മ വന്ന് അവനെ പൊക്കിയെടുത്തിട്ട് കാറിലേക്ക് എടുക്കുകയാണ്. കാരണം വലിയ വാശിയൊന്നും ഉണ്ടായില്ല, പൊക്കിയെടുത്തതിൽ അങ്ങനെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് നല്ല അത്യാവശ്യം വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റബ്ബറും തോട്ടമാണ്. അപ്പോൾ വെയിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതപ്പനൊരു പൂതി, അതായത് അവന് ഒറ്റയ്ക്ക് ഒരു സീറ്റിലിരിക്കണം. ഇപ്പം കിട്ടിയേക്കണ സംഭവമാണ് കേട്ടോ. ഇപ്പം നല്ല കുറച്ച് നാളായി അവന് ഒറ്റയ്ക്ക് ഒരു സീറ്റിലിരിക്കണം. അവനാരും പിടിക്കാനും പാടില്ല, അവനെ ആരും മടിയിലിരുത്താൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് നിബന്ധനകൾ ഇപ്പം ചേട്ടനുണ്ട്. കാരണം വലിയ ചെക്കനായല്ലോ, ഏതപ്പൻ ചേട്ടനായല്ലോ. അപ്പോൾ ആ ചേട്ടൻ കാർന്നോര് കളിക്കണതാണ് ചില സമയത്ത്. അങ്ങനെ അവനെ ഒറ്റയ്ക്ക് അമ്മ ആ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് അമ്മ കയറിയിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അമ്മ പറയും, ദൈവം ഞാൻ കുഞ്ഞിപ്പിള്ളേരൊക്കെ ഇങ്ങനെ എത്തി നോക്കിയിരിക്കണ പോലെ ഇരിക്കുകയാണല്ലോ എന്നും പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ എന്ത് ചെയ്താൽ മാറണില്ല. അമ്മ കുറേ പറഞ്ഞു മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൊഞ്ചിച്ചേ, എവിടെ അവസാനം എന്തേ അമ്മ ഇങ്ങനെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനം എന്തേ നോക്കിക്കഴിഞ്ഞപ്പോൾ ആശാൻ ഭയങ്കര സുഖസുന്ദരമായിട്ട് സീറ്റിലൊക്കെ ചാരി ഇരിക്കുന്നുണ്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതേ താടിക്കും കൈയും കൊടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പപ്പനോട് പറയുന്നു, വലിയ കാറ് വാങ്ങേണ്ട അവസ്ഥ വരും. കാരണം ഒരാളും കൂടി വലുതായി വരികയാണല്ലോ. ഇപ്പോൾ 2 എണ്ണം കൂടി അടിയാവും, ഫ്രണ്ട് സീറ്റിലിരിക്കാനായാലും ബാക്ക് സീറ്റിലിരിക്കാനായാലും. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയുടെ അവിടെ നിർത്തിയപ്പോഴത്തേക്കും പപ്പയുടെ ഒരു കൂട്ടുകാരനെ കണ്ട്. അങ്ങനെ പപ്പയുടെ കൂട്ടുകാരനായിട്ട് പഴയ കാര്യങ്ങളൊക്കെ ആയവർക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കാറിൽ തന്നെയാണ്. ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി സാധനങ്ങൾ വാങ്ങേണ്ട, എല്ലാവരും കൂടി പോയി പുറത്തേക്ക് ഇറങ്ങി സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് മാത്രം സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പ വാങ്ങേണ്ട സാധനങ്ങൾ പപ്പ തന്നെ പോയിട്ട് വാങ്ങി. ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. ഇപ്പോൾ അപ്പാപ്പില്ലാന്നുണ്ടെങ്കിൽ പപ്പയുടെ ഡ്രൈവിംഗ് സീറ്റിൽ അവനായിരിക്കും ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് വേറെ ഒന്നുമേ പിടിച്ച് ഞെക്കുക, ഗോഷ്ടി കാണിക്കുക, അങ്ങനെ വലിയ ഉപദ്രവങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ ഇങ്ങനെ ഇരുന്നോളും. അവൻ്റെ ആ ഒരു ടെഡീനെ കെട്ടിപ്പിടിച്ചിട്ട് അവനങ്ങനെ ഇരുന്നോളും. അല്ലാണ്ട് അവിടെ പിടിച്ച് ഞെക്കുക ഇവിടെ പിടിച്ച് ഞെക്കുക അങ്ങനെ വലിയ കുസൃതികളൊന്നും ഇതുവരേക്കും ഇല്ല. ഇനി വലുതായി കഴിയുമ്പോൾ എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോഴത്തെ അല്ലല്ലോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക. അങ്ങനെ പപ്പ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്ന് വണ്ടി എടുക്കാൻ നേരത്ത് അവൻ ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പൊക്കിയെടുത്തതിൻ്റെ ആ ഒരു ചീറാപ്പാണ്ട് പോയി കാണുന്നത്. അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഡോണപ്പൻ്റെ കാര്യം പിന്നെ പറയേണ്ട, നല്ല ഉറക്കമായിരുന്നു. അവൻ വണ്ടി കയറി ഞങ്ങൾ പോരുന്ന സമയത്ത് ഡോണപ്പൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണ ആ സമയമായപ്പോഴത്തേക്കും അവൻ എണീറ്റ് പിന്നെ ഈ തുള്ളൽ തുടങ്ങിയിട്ടോ. അവന് ഇപ്പോൾ മടിയിലിരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഇങ്ങനെ മടിയിലിരുന്നിട്ട് ഇങ്ങനെ തുള്ളിക്കളിക്കണം. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ട പൊട്ടിക്കരുതിട്ടോടി എന്ന് പറഞ്ഞിട്ട് ഐശ്വൻ്റെ കയ്യിൽ കൊടുത്തതാണ് കേട്ടോ. എവിടെ നിന്നാണോ വാങ്ങിയത് അവിടെ നിന്ന് തുടങ്ങി വീട് വരേക്കും താലം പിടിക്കുന്നത് പോലെ അവളെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വീടെത്തുന്നവരേക്കും ദൈവം സഹായിച്ച് മഴയൊന്നും പെയ്തിട്ടുണ്ടായില്ല. കാരണം മഴയത്ത് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ പപ്പ സാധനങ്ങളൊക്കെ വാങ്ങി കാറിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. ഐശ്വൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഈ കൊതുകിനടിക്കുന്ന ബാറ്റ്, കാരണം നല്ലോണം കൊതുകുണ്ട്. അപ്പോൾ പിള്ളേരുള്ള കാരണം നമ്മൾ കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ടൊരു കൊതുകിൻ്റെ ബാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതപ്പനെയും ഡോണപ്പനെയും കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി കൊടുത്തു. ഡോണപ്പനാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ അതേപോലെ തന്നെ വായിൽ ഇങ്ങനെ ഓരോന്നെടുത്തിടുക. ഇതിനി എപ്പം മാറുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഞാൻ ഇപ്പം മാറും എന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോൾ കൂടെ അല്ലാണ്ട് കുറയണില്ല. പിന്നെ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ അവൻ്റേതായിട്ടുള്ള കളിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു, ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു എൻ്റെ അടുത്ത് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ദിവസം കൊടുക്കുന്ന ഫുഡിൻ്റെ ഒരു വീഡിയോ എടുത്തിടാം. എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാണ്, എന്നാലും ഞാൻ ജസ്റ്റ് കൊടുക്കുന്നതൊന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പംകിൻ പ്യൂറാണ് കേട്ടോ.
അപ്പോൾ നന്നായിട്ട് ആ മത്തങ്ങ കഴുകിയിട്ട്, കാരണം പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകുക. എന്നിട്ട് നന്നായിട്ട് ആ വെള്ളം തോർന്നതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി, കുഞ്ഞുങ്ങൾക്കല്ലേ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം എടുത്താൽ മതി. കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളത് എത്ര പീസാണ് വേണ്ടത് അത്രയും പീസ് മാത്രം എടുക്കുക. ഇവിടെ ഞാനാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഈ സാധനം മുറിയണില്ല. അവസാനം ഞാൻ അമ്മയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൈമാറി. അമ്മയാകുമ്പോൾ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തോളും. അപ്പോൾ അമ്മ അതേ തൊണ്ടൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ ആ കുരുവിൻ്റെ പോർഷനൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചേക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി, കാരണം വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി കറി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനും കൂടിയുള്ളത് നമുക്ക് ഒപ്പം തന്നെ ഇത് നന്നാക്കി വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കുക. ഇനിയിപ്പോൾ പീസാക്കാണ്ട് വേവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. കുഞ്ഞ് പീസാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ആവി കയറ്റാൻ വേണ്ടി വെക്കുകയാണ്. ഞാനിങ്ങനെ ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. കുഞ്ഞിന് കൊടുക്കുന്ന മിക്ക ഫുഡ്സും ആവിയിൽ വെള്ളത്തിലിട്ട് വേവിക്കാണ്ട് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതും ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സംഭവങ്ങൾ, നമുക്ക് കുഞ്ഞിന് കിട്ടേണ്ട സംഭവങ്ങളൊക്കെ ആ വെള്ളത്തിലൂടെ പോകുമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം. അപ്പോൾ ഞാനത് അവിടെ ഇങ്ങനെ ആവിയിൽ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ഏതപ്പം ഭയങ്കര കാര്യാന്വേഷണത്തിൽ ഇങ്ങനെ എളിക്കൊക്കെ കയ്യും കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ കാര്യാന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ പംകിൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് വേവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കാം. അല്ലാണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അല്ല, ചൂടാറിയതിന് ശേഷം വേണം മിക്സിയിലിട്ടിട്ട് അടിക്കാൻ. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്മാഷ് ചെയ്ത് തന്നെ കുഞ്ഞിന് കൊടുക്കാം. പക്ഷേ ഒരു 7-8 മാസമായിട്ടുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തരിയൊക്കെ ഇങ്ങനെ വായ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കഴിച്ചെന്ന് വരില്ല. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപേണയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയിക്കോളുമല്ലോ. ഇങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതൊരു വയസ്സൊക്കെ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൊടുക്കണോണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഇട്ടിട്ട് അടിക്കാം കേട്ടോ. പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഈ മത്തങ്ങയിൽ വെള്ളം ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഇട്ടിട്ടില്ല, നോർമലായിട്ട് ആ പുഴുങ്ങിയെടുത്തത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചതായി ഇതേപോലെ ആക്കി എടുത്തേക്കാണ് കേട്ടോ. ഇനി കൊടുക്കണതാണ് വലിയൊരു ടാസ്ക്. ഇവനാണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താലും വണ്ടി ഓടിക്കൽ ഇച്ചിരി കൂടുതലാണ് കേട്ടോ. നിങ്ങളുടെ പിള്ളേർ ഇങ്ങനെ വണ്ടി ഓടിക്കാറുണ്ടോ? ഇവിടെ നല്ലോണം വണ്ടി ഓടിക്കും അവൻ. പിന്നെ അത് മാത്രമല്ല, നെഞ്ചത്തിട്ട് നോക്കിയിട്ട് ഒരൊറ്റ ചവിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നതും ഒക്കെ തെറിച്ചു പോവും. അത് കഴിഞ്ഞിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഏതപ്പിന് ഞാനിത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവനത് TV ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.